നമസ്കാരം. നമസ്കാരം. ഈ ഫെബ്രുവരി 11 പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ഓർമ്മ ദിനമാണല്ലോ. സാറിന് പറയുന്നത് ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഭാരതത്തിൽ മൗലിക ചിന്ത പ്രകടിപ്പിച്ച 3 പേര് മഹാത്മാഗാന്ധി, ദീനദയാൽ ഉപാധ്യായ, റാം മനോഹർ ലോഹ്യ, ഈ 3 പേര് പറയാറുണ്ട്. ഗാന്ധിജിയുടെ അനുയായികൾ പോലും മറന്നുപോയി. സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച നേതാവായിരുന്ന റാം മനോഹർ ലോഹ്യയെ ഇന്നാരും ഓർക്കുന്നേയില്ല. അതേസമയം ദീനദയാൽ ഉപാധ്യായ, അദ്ദേഹം മരണപ്പെട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കൂടുതൽ ആൾക്കാർ അറിയുകയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്ത കാലത്താണ് ജീവിക്കുന്നത്. ഭാരതദാസി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദീനദയാൽ ഉപാധ്യായ എന്ന മഹാനായ ചിന്തകൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തെ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ദീനദയാൽജിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് മെലിഞ്ഞ് നല്ല ഉയരത്തിലുള്ള ലളിതമായ വസ്ത്രരീതി, ഒരു ജുബ്ബയും പൈജാമയും ധരിച്ച് ഒന്നുമല്ലാത്ത ഒരാളെപ്പോലെ നടക്കുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി. ആ ചിത്രം എനിക്ക് നേരിട്ട് കാണാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം അതാണ്. അത്ര ലളിതമായ ജീവിത രീതി പുലർത്തുന്ന ഒരാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയുടെ ഒരു ഭാവം അത് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുക. അതിലുപരി അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹം മുന്നോട്ട് വച്ച ഏകാത്മ മാനവ ദർശനം, അതിന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതത്തെ വളർത്തുന്നതിൽ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് കൂടി നമ്മൾ കാണണം. ഭാരതത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിലുള്ള ദീനദയാൽജിയുടെ ഒരു ചിന്താശക്തി അല്ലെങ്കിൽ അതിനുള്ള കൺസെപ്റ്റ്, അതും നമ്മൾ കാണണം. ദീനദയാൽജി സാധാരണ നിലയ്ക്ക് ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ആളാണ്. ഉത്തർപ്രദേശിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചു. ഊപ്പിയിൽ തന്നെ പല ഭാഗത്തുമായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു, PG കഴിഞ്ഞു. അപ്പോൾ PG കഴിയുമ്പോൾ സാധാരണ കുടുംബത്തിൽ കഴിഞ്ഞുകൂടാൻ വിഷമിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ PG കഴിയുമ്പോൾ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടുന്ന ഒരു ജോലി തേടി പോകും എന്നാണ് രക്ഷിതാക്കളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ദീനദയാൽജി നേരെ മറിച്ച് സംഘത്തിൻ്റെ പ്രചാരകനാവാനാണ് തീരുമാനിച്ചത്. അത് കാൺപൂരിൽ പഠിക്കുന്ന കാലത്ത് സുന്ദർ സിംഗ് ഭണ്ഡാരിജിയുമായിട്ടുള്ള അടുപ്പമാണ് അദ്ദേഹത്തിനെ സംഘശാഖയിലേക്ക് നയിച്ചതെന്നും പ്രചാരകനാക്കിയതെന്നും ഉള്ള വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ട്. സംഘപ്രചാരകനായി ഉത്തർപ്രദേശിലെ പല ഭാഗത്തും പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് പാഞ്ചജന്യ, യുഗധർമ്മ പോലുള്ള സംഘപ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി അതിൻ്റെ മേൽനോട്ടം വഹിച്ചു. ആ കാലഘട്ടത്തിലാണ് വാജ്പേയിജി ദീനദയാൽജിയുടെ സഹയാത്രികനായിരുന്നു, അല്ലെങ്കിൽ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് 50കൾക്ക് ശേഷം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസ് വിട്ട് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങണമെന്ന ചിന്ത വന്ന സമയത്ത് അദ്ദേഹം പലരെയും സമീപിച്ചു. ആ കൂട്ടത്തിൽ അന്നത്തെ സർസംഘചാലക്കായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവൽക്കറുടെ അടുത്തെത്തി. ഇപ്പോൾ ഗുരുജി അന്ന് ശ്യാംബാബുവിനോട് പറഞ്ഞത്, RSSന് രാഷ്ട്രീയമില്ല, ഏത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പന്താവിൽ അണിയരാം, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നതിൽ സഹായിക്കാൻ അല്ലെങ്കിൽ സഹകരിക്കാൻ സംഘത്തിന് താല്പര്യമില്ല എന്നൊരു നിലപാട്, സംഘത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് അതാണ്. അത് തന്നെയാണ് വിശദീകരിച്ചത്. പക്ഷെ അവസാനം ശ്യാംബാബുവിനോട് പറഞ്ഞു, നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ഒരു സമീപനത്തെ ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു, നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളെ ഞാൻ സഹായിക്കാം. ഒരു സംഘത്തിൻ്റെ പ്രസ്ഥാനം എന്ന നിലയ്ക്കെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ സഹായിക്കാം, അതിന് പാകത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യകർത്താക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഗുരുജി 1951 ശ്യാംപ്രസാദ് മുഖർജിയെ
സഹായിക്കാൻ വേണ്ടി നിയോഗിച്ച സംഘപ്രചാരകന്മാരിൽ ഒരാളായിരുന്നു ദീനദയാൽ ഉപാധ്യായ. അതാണ് അതിൻ്റെ പ്രാധാന്യം. നമ്മൾ വേറൊന്നുകൂടി കാണണം. ഞാൻ പറയുന്നത് ഗുരുജിയുടെ ഒരു ദീർഘദൃഷ്ടിയും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിൽ ആരെ നിയോഗിക്കണം എന്നുള്ള ഒരു ഈശ്വരീയമായ ചിന്ത അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം നിയോഗിച്ച മറ്റുള്ളവർ, ഒന്ന് അടൽജിയായിരുന്നു, എബി വാജ്പേയി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, പ്രധാനമന്ത്രി പദം വരെ എത്തി. LK അഡ്വാനി ആ ടീമിലുണ്ടായിരുന്നതാണ്. സുന്ദർ സിംഗ് ഭണ്ഡാരി ഒരു കാലഘട്ടത്തിൽ ജനസംഘത്തിൻ്റെയും പിന്നീട് BJP രൂപം കൊള്ളുമ്പോഴൊക്കെ ഒരു സംഘാടന രംഗത്തെ ഒരു കരുത്തായിരുന്നു ഭണ്ഡാരിജി. അതുപോലെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള P. പരമേശ്വർജിയെ പോലുള്ളവർ, ജഗന്നാഥ് റാവു ജോഷിയെ പോലുള്ള, കുശഭാവ് താക്കറെ പോലുള്ളവർ, നാനാജി ദേശ്മുഖിനെ പോലുള്ളവർ ഒക്കെ ആദ്യത്തെ സംഘം ജനസംഘത്തിൽ പ്രവർത്തിക്കാനായിട്ട് നിയോഗിച്ച പ്രചാരകന്മാരിൽപ്പെട്ടവരാണ്. അവരൊക്കെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ എത്ര വിശിഷ്ടമായ സ്ഥാനമാണ് നേടിയത് എന്നും കൂടി ഓർക്കണം. അപ്പോൾ ആ നിലയിലുള്ള ഒരു ടീമിൻ്റെ നായകനായിട്ടാണ് ദീനദയാൽജി സംഘടനാ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നത്. ഹരിദാസ്, ഈ ആദ്യകാലത്ത് രാഷ്ട്രീയത്തിൽ വരാൻ ദീനദയാൽ വിമുഖനായിരുന്നോ? അങ്ങനെയുണ്ടോ? അല്ല, അദ്ദേഹം സംഘപ്രചാരക്കായിരുന്നു. ഇപ്പോൾ സംഘപ്രചാരകൻ്റെ ഒരു ദൗത്യം എന്താ? സംഘം പറയുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ. സംഘപ്രചാരകൻ എന്ന് പറഞ്ഞാൽ സംഘത്തിന് വിധേയമായിട്ട് സംഘം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിയുക്തനായിട്ടുള്ള ആളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗുരുജിയെപ്പോലുള്ള ഒരു സത്സംഘചാലകൻ നിർദ്ദേശിക്കുന്നത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടമാണോ അനിഷ്ടമൊന്നും അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ജനസംഘത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞു. അതൊന്നും അന്ന് സംഘ കാര്യകർത്താക്കന്മാർക്ക് രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധമില്ലല്ലോ, അങ്ങനെ ഒരു ശീലമില്ല, അങ്ങനെ ഒരു ബന്ധമില്ല, ഒരു പ്രവർത്തന പരിചയമില്ല. പക്ഷേ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ജനസംഘം രൂപീകരിച്ച 51-ലാണെങ്കിൽ ആദ്യത്തെ 52 തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ജയിച്ചു. പിന്നെ 53-ലാണ് ആദ്യം ഡോക്ടർ ഭായ് മഹാവീറായിരുന്നു ജനസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി. 53-ലാണ് ദീനദയാൽജി ജനറൽ സെക്രട്ടറി ആകുന്നത്. 67 വരെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ട് തുടർന്നു. 67 വരെ, 50 വരെ അദ്ദേഹം പ്രസിഡൻ്റാക്കി. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ എന്ന് വേണമെങ്കിലും ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് ആകാമായിരുന്നു. അതിന് പകരം മറ്റുള്ളവരെ പ്രസിഡൻ്റാക്കി നിലനിർത്തിക്കൊണ്ട് സംഘടനയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് സംഘടനയെ മുന്നോട്ട് നയിച്ച ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു ദീനദയാൽജി. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ന് ഈ പദവികൾക്ക് വേണ്ടിയിട്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ആൾക്കാരുള്ള ഒരു കാലഘട്ടത്തിൽ ദീനദയാൽജി മാതൃകയാവേണ്ടത് അവിടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ദീനദയാൽജിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവിനെക്കുറിച്ച് എന്താ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ 2 പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യയുടെ ഭൂപടം മാറ്റി വരച്ചേനെ അല്ലേ? അങ്ങനെ തീർച്ചയായിട്ടും അതാണ് ദീനദയാൽജിയുടെ സംഘാടക മികവ്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ടീം അങ്ങനത്തെ ആയിരുന്നു. ഇപ്പോൾ അഡ്വാനിജി, വാജ്പേയി, സുന്ദർ സിംഗ് ഭണ്ഡാരി, സൗത്ത് ഇന്ത്യയിൽ ജഗന്നാഥ് റാവു ജോഷി, P. പരമേശ്വർജി, ഇവർക്കൊക്കെ കടനിൽക്കാൻ പറ്റുന്ന ആൾക്കാരാരാ ഉണ്ടല്ലേ? അതെ. ആ നിലയിലുള്ള ഒരു നേതൃത്വത്തെയാണ് ഗുരുജി ശ്യാമപ്രസാദ് മുഖർജി കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ജനസംഘം പടർന്ന് പന്തലിച്ചതും. അല്ല, നിസ്സാര കാര്യമല്ലല്ലോ അത്. നിങ്ങളൊരു വലിയ നമ്മളൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതും കണക്കാക്കപ്പെടേണ്ടതുമായ ഒരു വസ്തുത തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, 97-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. വാജ്പേയി ജന്മഭൂമി സന്ദർശിച്ചിരുന്നു, കൊച്ചിയിൽ നമ്മുടെ എളമക്കരയിലെ ജന്മഭൂമി ഓഫീസ്. അന്ന് കൊച്ചിയിൽ നിന്ന് LK അഡ്വാനി നയിക്കുന്ന ഒരു രഥയാത്രയാണ്, സുരാജ് രഥയാത്ര എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ മറൈൻ ഡ്രൈവിലാണ് എൻ്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിന് വന്ന അടൽജി. അപ്പം നാരായൺജി അന്ന് ചീഫ് എഡിറ്ററാണ്. നാരായൺജി പോയി അടൽജി കണ്ടു, ജന്മഭൂമി വരണം എന്ന് പറഞ്ഞ് നാരായൺജി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അന്ന് നാരായൺജി ജന്മഭൂമിയിൽ വന്നിട്ട്, അടൽജി ജന്മഭൂമിയിൽ വന്നിട്ട് ജന്മഭൂമിയിലുള്ള പത്രാധിപ സമിതി അംഗങ്ങളെ ഒന്നിച്ച് വിളിച്ചിരുത്തി ഡെസ്കിന് ചുറ്റും. എന്നിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്താ? അതൊക്കെ കഴിഞ്ഞിട്ട് അടൽജി പറഞ്ഞു, ഐ വാസ് ഓൾസോ എ ജേർണലിസ്റ്റ്. ഞാനും ഒരു പത്രപ്രവർത്തകനായിരുന്നു. എന്നിട്ട് യുവധർമ്മയുടെയും രാഷ്ട്രധർമ്മയുടെയും മറ്റ് പാഞ്ചജന്യയുടെയും ഒക്കെ അനുഭവം വിശദീകരിച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്,
ദീനദയാൽജിയാണ് പത്രാധിപർ. ദീനദയാൽജിയോടൊപ്പം ഞാനും ഉണ്ട്, വാജ്പേയിയും ഉണ്ട്, അദ്ദേഹം പറയാം, ഞാനും ഉണ്ട്. എന്നിട്ട് അന്നൊരു ചെറിയ ഓഫീസാണ് ഉള്ളത്. അവിടെ കമ്പോസിങ്ങിന് ആളുണ്ട്. അവിടെ ആളില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കമ്പോസ് ചെയ്യും. വീക്കിലിയാണ് ഇത് രണ്ടും. അത് കഴിഞ്ഞാൽ ഇത് പ്രിൻറ്റിങ് പ്രസ്സിൽ കൊണ്ടു കൊടുക്കാൻ ഞങ്ങൾ തന്നെ പോവും. അച്ചടിച്ചാൽ തിരിച്ചു കൊണ്ടുവരും. ഇത് കഴിഞ്ഞാൽ പൊതിഞ്ഞ് കെട്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് പാക്ക് ചെയ്ത് അയക്കാനും ഞാനും ദീനദയാൽജിയും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 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 അന്ന് സംഘപ്രചാരകൻ എന്ന നിലയ്ക്ക് ഏൽപ്പിച്ച ദൗത്യം എത്രത്തോളം കൃത്യമായിട്ട് ചെയ്യുന്നു, അതിനു വേണ്ടിയുള്ള ഒരു പ്രതിബദ്ധത. എന്ത് സ്ഥാനമാനം എന്ന് നോക്കിയതല്ല, പത്രാധിപരായിരുന്ന ആൾ, സഹപത്രാധിപരായിരുന്ന ആൾ ഈ പ്രസിദ്ധീകരണത്തിൻ്റെ കൃത്യത ഉറപ്പാക്കാൻ, അത് കൃത്യമായിട്ട് എല്ലായിടത്തും എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ എത്രത്തോളം അധ്വാനം നടത്തുന്നു എന്നും കൂടി അന്ന് അടൽജി സ്വന്തം അനുഭവം വിശദീകരിക്കേണ്ടായി. അത് ആ കാലഘട്ടത്തിൽ ജന്മഭൂമിയിലുണ്ടായിരുന്നവർക്കൊരു മെസ്സേജ് കൂടിയായിരുന്നു. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാവണം, എന്തും ചെയ്യാൻ തയ്യാറാവണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിൽ ഉൾക്കൊണ്ടിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.